എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. ആദ്യമായി പാൻ ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടുന്ന ടൈമിൽ മാങ്ങ അരിഞ്ഞതിൽ കുറച്ച് ഉപ്പ് പുരട്ടി വെക്കുന്നത് നല്ലതായിരിക്കും. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രം വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് അടുത്തതായി ഇടേണ്ടത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് തയ്യാറാക്കി വെക്കുക. നന്നായി കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്യുക. വേപ്പില ഇടുമ്പോൾ സൂക്ഷിക്കുക. വേപ്പില നന്നായി മൂത്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും മിക്സ് ചെയ്താണ്. ഒത്തിരി എരിവിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതിലൂടെ. എന്നാൽ കുറച്ച് കളറും കിട്ടുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് കായം ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കായപ്പൊടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ഒരുമിപ്പിക്കേണ്ടതാണ്. ഈ രണ്ട് പൊടികളും നന്നായി മൂത്ത് വരണം. മൂത്ത് വന്നില്ലെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ കുത്തൽ അനുഭവപ്പെടുന്നതായിരിക്കും. നന്നായി മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. പൊടികൾ നന്നായി മൂത്ത് വരുമ്പോൾ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ച മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അരിഞ്ഞ മാങ്ങ കഷ്ണങ്ങൾ ഇട്ടത് നന്നായി ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ വിനാഗിരി യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ലേശം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വിനാഗിരി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒത്തിരി നാളത്തേക്ക് വെക്കാൻ ആവശ്യമുള്ളവർ കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്. നമ്മൾ കുറച്ച് ഉപ്പ് കുറവായത് കാരണം നമ്മൾ കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കല്ലുപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ മാങ്ങാച്ചാർ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. ഓക്കെ, താങ്ക് യു.